ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിവരങ്ങളെ ഉൾക്കൊള്ളിച്ചാണ്. അപ്പോൾ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇടയുള്ള പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. അകത്ത് പ്രവേശനം ഹിന്ദുമത വിശ്വാസികൾക്കാണ്. പിന്നെ ചെരുപ്പ്, ബാഗ്, കുട, ബനിയൻ, ഷർട്ട്, ക്യാമറ, പാൻറ്, തലക്കെട്ട്, തൊപ്പി ഇതെല്ലാം നിരോധിച്ചാണ്. അതുപോലെ തന്നെ സാരി അല്ലെങ്കിൽ നമ്മൾ ചുരിദാർ ധരിച്ചിട്ട് കിടക്കാൻ പാടില്ല. സാരിയാണ് അവിടുത്തെ ഡ്രസ്സായി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മുകളിൽ വേഷ്ടി ഉടുത്താൽ മതിയാവുമെന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് ഇതിനകത്തുള്ള ദർശന സമയങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് മൊബൈൽ പെർമിഷൻ പൊതുവെ ക്ഷേത്രത്തിനകത്തില്ല എങ്കിലും ഇത് പുറത്തുനിന്നായാലും കുറച്ച് ദൂരെ വെച്ച് മാത്രമേ നമുക്ക് ഇവർ പെർമിഷൻ തരുന്നുള്ളൂ. അങ്ങനെ മൊബൈലിലും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ സാരിയോ പാവാടയോ ദാവണി അതുപോലെ ഡ്രസ്സുകൾക്കാണ് പെർമിഷൻ, ചുരിദാറിന് പെർമിഷൻ ഇല്ല. ഇനി അഥവാ ചുരിദാർ എടുത്താൽ തന്നെ നമുക്ക് വേഷ്ടി മുകളിലെടുത്തിട്ട് കയറാവുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു സമയം. ഇതിൻ്റെ അകത്ത് സമയം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ വരുന്ന മേത്തൻമണി എന്ന് പറഞ്ഞാൽ ഒരു കരവേല കൊട്ടാര സമുച്ചയത്തിൽ ഈ കരുവേലം എന്നാൽ ഖജനാവാണ്. മുമ്പ് ഖജനാവ് പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഇതിനാണ് നവരാത്രി മണ്ഡപം വരുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നവരാത്രി പൂജയ്ക്ക് കൊണ്ടുവരുന്ന സരസ്വതി വിഗ്രഹത്തെ ഇവിടെ വച്ചാണ് പൂജിക്കുന്നത്. മേത്തൻമണി ഇന്നും കൗതുക കാഴ്ചയായിട്ട് ഒരു കാലത്ത് നഗരവാസികൾ സമയം അറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ ക്ലോക്ക് അങ്ങനെ പറയാം, മേത്തൻമണി ആണ്. അപ്പോൾ ചിരിക്കാൻ ശ്രമിക്കുന്ന ഒരു മുഹമ്മദൻ്റെ തലയും മുഖത്തിടിക്കുന്ന ആട്ടിൻകുട്ടിയുമാണ്. ഈ മണി കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജാവ് കാലത്ത് ഉണ്ടാക്കിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെയുള്ളത് ഇവിടെ കാണാൻ പത്മതീർത്ഥ കുളമാണ്. പിന്നെയുള്ളത് കുതിരമാളികയാണ്. പിന്നെ നവരാത്രി മണ്ഡപം എന്ന് പറയുന്ന ഒരു മണ്ഡപം ഉണ്ട്. പിന്നെ ഇതിലെ വിശേഷതയാർന്ന കോട്ടവാതിലുകൾ കാണാൻ പറ്റും. കല്ലാന എന്ന് പറഞ്ഞാൽ പത്മതീർത്ഥത്തിൻ്റെ കിഴക്കേ കരയിൽ കരിങ്കല്ലിൽ തീർത്ത പണി തീർക്കാത്തതായ കല്ലാന 1758 മുതൽ 1798 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാർത്തിക തിരുനാൾ അല്ലെങ്കിൽ ധർമ്മരാജാവ് മഹാരാജാവിൻ്റെ കാലത്ത് ദിഗ്ഗജങ്ങൾ എന്ന സങ്കല്പത്തിൽ കോട്ടയ്ക്കുള്ളിൽ അഷ്ടദിക്പാലകരായിട്ട് 8 ആനകളെ ഉണ്ടാക്കുവാനായിരുന്നു രാജകൽപ്പന. എങ്കിലും ശില്പിയുടെ അവിചാരിതമായ മരണം മൂലം ഈ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കൽപ്പടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ശബരിമല ക്ഷേത്രം പോലെ ഇവിടെയും 18 പടികളുണ്ടായിരുന്നെന്നും അതിൽ 5 എണ്ണം മണ്ണിനടിയിൽ പെട്ടുപോയതാണെന്നും പഴമക്കാർ പറയുന്നു. എന്തായാലും 13 എണ്ണം മാത്രമാണ് സാധിക്കുന്നത്. 8 വികാരങ്ങൾ, 3 ഗുണങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ, 2 അബോധാവസ്ഥകൾ എന്നിങ്ങനെ ഈ പടികൾ പ്രതിനിധാനം ചെയ്യുന്നു. ഇതുവരെ പുറത്തുള്ള കാഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി പടിക്കെട്ട് കയറി ഗോപുരവാദത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അകത്ത് പ്രവേശിക്കാൻ ഹിന്ദുമത വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ടും അധികാരമുള്ളൂ എന്നുള്ളതാണ്.